ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തിക് ഹെയർ ചാലഞ്ചിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഹെയറിനാണ് ചെയ്യേണ്ടത്, അതുപോലെ ഹെയർ മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും, പിന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉള്ള ഹെയറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലാണ് നമ്മളെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് പോയി കണ്ടു നോക്കാം. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്, അല്ലെങ്കിൽ തീരെ ലെങ്ത് വെക്കുന്നില്ല, വോളിയം തോന്നുന്നില്ല, ഈ ചുരുണ്ട് മുകളിൽ കയറി പോവാണ്, നല്ല സ്പ്ലിറ്റ് എൻഡ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ നല്ല രീതിയിൽ നേരിടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചലഞ്ച് ചെയ്യാം. അപ്പം അതിനുള്ള ഫസ്റ്റ് 2 വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, തിക് ഹെയർ ചലഞ്ച് എന്നുള്ള. അതിലൊന്ന് പോയി കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് പോയി കാണണം കേട്ടോ. അതായത് നമ്മുടെ ഹെയറിന്റെ പല കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്, കുറെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതും എന്തൊക്കെ അതിലേക്ക് വേണ്ടതെന്നുള്ളതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും കണ്ടിട്ട് വരും കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ ചലഞ്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എത്ര ആളുകൾ ചെയ്യുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിനെ കൊണ്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരു പ്രശ്നമാണ്, തീരെ വോളിയം വെക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്പ്ലിറ്റ്നെസ് ഉണ്ട് എന്നുള്ളത്. ഈ സ്പ്ലിറ്റ്നെസ് നമ്മൾ ഈ ഒരു താഴെ ഹെയറിന്റെ ഭാഗത്തേക്കാണെങ്കിൽ നമ്മൾ സേഫ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ നമ്മളെ സ്പ്ലിറ്റ്നെസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് കൊണ്ട് നമ്മളെ ഹെയർ നല്ല ഡ്രൈ ആയിരിക്കും. അതാണ് ഇങ്ങനെ ചുരുണ്ട് കയറി കിടക്കുന്നത്. എന്റെ മുന്നേ ഭയങ്കരമായിട്ട് ചുരുണ്ട് കയറി കിടക്കുന്നത്. ഞാൻ എവിടെയും പോകുമ്പോൾ നല്ല ഭംഗിയിൽ മുടിയൊക്കെ അയച്ചിട്ട് വലിയ സംഭവമാക്കി പോകുമായിരുന്നു. ബട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ മുടി എന്നെ കൂടി ചുരുണ്ട് കയറി ചെകിരിയൊക്കെ എനിക്ക് മാറി നിൽക്കണം. ആ ലെവലിലായിരുന്നു എന്റെ ഒരു ഹെയറിന്റെ ഒരു ലെവല്. നമുക്ക് പിന്നെ എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതാണെങ്കിൽ ചിലപ്പോൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോഴേക്കും അയ്യോ ഇതാണല്ലോ അവസ്ഥ എന്നുള്ളത്. അതിനുശേഷമാണ് ഞാൻ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയത്, ഇത്രയും പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റിയെടുത്തത്. അപ്പം അതുപോലെ നിങ്ങളും ചെയ്യുക. കുറച്ച് എഫേർട്ട് എടുക്കുക. നമുക്ക് നമ്മളെ ഹെയർ ആണ്, അതിന് വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തായാലും കഴിയും. ഇപ്പോഴുള്ള ഒരു ലെവലിൽ നിന്ന് മാറിയിട്ട് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു ഹെയറിന്റെ കാര്യത്തിൽ കാണുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എനിക്ക് വന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് മാത്രം പോയാൽ മതി. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതുപോലെ നമ്മൾ മുന്നത്തെ വീഡിയോ പറയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ പില്ലോ കവർ ഉണ്ടല്ലോ, പില്ലോ കവർ ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ ഹെയർ പാക്ക് ഡെയിലി യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ആ പില്ലോയിലേക്ക് കയറി കിടക്കുമ്പോഴേക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് പോലും പൊട്ടിപ്പോണ അവസ്ഥ വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പില്ലോ കവർ എന്ന് പറയുമ്പോൾ ഭയങ്കര നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു പില്ലോ കവർ ഉണ്ടാവും, അല്ലെങ്കിൽ അത് ക്ലോത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, അങ്ങനത്തെ നോക്കിയാൽ നമുക്ക് ഉറപ്പുള്ള മുടി പൊട്ടൂലാന്ന് ഉറപ്പുള്ള ക്ലോത്ത് ഉണ്ടാവും. അത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ആ തുണി തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് അതിന് പില്ലോ കവർ ഇല്ലെങ്കിൽ ഒന്ന് അടിക്കാൻ പറ്റുകയാണെങ്കിൽ പില്ലോ കവർ അടിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ പില്ലോ കവർ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലത്തെ ഒരു തുണി നമ്മൾ ആ കിടക്കുന്ന ആ ഒരു പില്ലോന്റെ മുകളിൽ ചുറ്റിട്ടേക്ക്, എന്നിട്ട് അതിന്റെ മുകളിൽ കിടക്കുക. കുറച്ചുകൂടി ബെറ്റർ അതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തോർത്തുന്ന തുണി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള തുണി എടുത്തിട്ട് ചെയ്യരുത്. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത ഒന്നും എഫക്ട് ഇല്ലാണ്ടായിപ്പോ നമ്മൾ കുറെ നല്ല നീട്ടി എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് കൂട്ടാം. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാനൊന്ന് സ്പീഡ് പറയാണ് കേട്ടോ. ഓടിപ്പാഞ്ഞ് എല്ലാത്തിലും കൂടെ കയറി ഇറങ്ങാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. വെള്ളം നല്ലോണം കുടിക്കുക. പിന്നെ നമ്മൾ കൊഴുമുട്ട ഡെയിലി 2 കഴിക്കാൻ പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ ഒന്നെങ്കിലും കഴിക്കുക. ഇനി അതും ഇല്ലെങ്കിൽ ഈ സോയാബീൻ, കടല, ചെറുപയർ ഉണ്ടാവുമല്ലോ, ചെറുപയർ മുളപ്പിച്ച് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേവിച്ചിട്ട് കഴിക്കുക. എന്തെങ്കിലും ഒന്ന് കഴിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ ഡെയിലി കഴിക്കാൻ പറ്റുമോ നോക്കുക. ഇത് കറക്റ്റ് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി പാക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഹോസ്റ്റലേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിക്കാം. ഇനിയിപ്പോൾ ചൂടുവെള്ളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കെറ്റിലൊക്കെ ഉണ്ടാവില്ല, കെറ്റിൽ വെച്ചിട്ട് ചൂടുവെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നോക്കാം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു ഹെയർ പാക്കിൽ 2 നമ്മളെ ഹെയർ ഗ്രോത്ത് ഇൻഗ്രീഡിയന്റും അതുപോലെ തന്നെ പിന്നൊന്നും ആഡ് ചെയ്യുന്നത് 3ാമത്തെ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുക. നമുക്ക് നല്ല രീതിയിൽ ഹെയർ സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ്നെസ് ആക്കാനും, ഇവിടെ ഈ ഡ്രൈനസ് ഒക്കെ ഉണ്ടാവും, ഇവിടുന്ന് കൂടെ ഒരു ഡ്രൈനസ് ഉണ്ടാവല്ലോ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ് അതിൽ ആഡ് ചെയ്യുക. 3 ഇൻഗ്രീഡിയന്റ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. മെയിൻ ആയിട്ട് നമ്മൾ ഉലുവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആണെന്ന് വിചാരിക്കാം, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഇവിടെ മുതലേ ഡ്രൈനസ് ഉള്ള സ്കാൽപ്പ് പോലെ ഒരു തുള്ളി ഓയിൽ ഇല്ലാത്ത ഹെയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചാൽ നമ്മൾ ഈ ഡ്രൈനസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സാധനം ഉണ്ടാവും, നിങ്ങൾ തൈര് അല്ലെങ്കിൽ ഇതേപോലെ പഴം, ഇതൊക്കെ നിങ്ങൾ നല്ല ക്വാണ്ടിറ്റി എടുക്കുക. ഞാൻ എടുക്കുന്നതിന് ഡബിൾ ക്വാണ്ടിറ്റി എടുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് നമുക്ക് മാനേജബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കാം. പിന്നെ എന്ത് പാക്കറ്റ് ആണെങ്കിലും ഷാമ്പു കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സിറം യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പൊ നമുക്ക് പാക്ക് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം.
ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാലഞ്ചിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഉലുവയാണ് എടുത്തത്. 2 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഹെയർ ക്വാണ്ടിറ്റി എടുത്ത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ്. നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്കപ്പൊടി. അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് കേട്ടോ. എന്നിട്ട് ഇത് 2 സ്പൂണ് നമ്മൾ ഈ ഒരു തിളച്ച് വരുന്ന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് തിളച്ചാൽ തന്നെ ആ ഉലുവ ഒന്ന് പൊന്തി വരും. ഇത് 2 സ്പൂൺ ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ എൻ്റെ ഹെയർ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് 1 സ്പൂൺ മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നിട്ട് അത്യാവശ്യം നല്ലൊരു കുറുക്ക് പോലെ ആക്കി എടുക്കുക. ഒന്ന് കുറുകി വരും, കുറച്ച് വെള്ളം ഉള്ളതിനെ കൊണ്ട് തന്നെ അത് കുറുകി വരും. ഒരു കഷായത്തിന്റെ കൂട്ടിലേക്ക് അതായിട്ട് മാറി വരും. അപ്പോൾ ഉലുവ അത്യാവശ്യം ഈ ഒരു വലുപ്പം തന്നെയാണ് ഉണ്ടാവുക. സമയത്തൊന്ന് വീർത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ചൂട് തണയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളത് ഒരു പാക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവുക. ഇതിലേക്ക് ഇനി പഴം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തൈര് എടുക്കുക. തൈരാണെങ്കിലും പഴമാണെങ്കിലും നമുക്ക് 100% നമുക്ക് ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതേപോലെ നല്ല പഴുത്തം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ അത്ര പഴുപ്പായില്ല, എന്നാലും ഓക്കെയാണ്. എന്നിട്ട് മിക്സിയിലിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഇതൊരു കട്ടി കുറുക്ക് പോലെ തന്നെ ആയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞാൻ അതൊരു പാത്രത്തിലേക്ക് ആക്കിയതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ആ ഒരു വെള്ളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ജാറ് കഴുകിയതിന്റെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഭയങ്കര തിക്ക് അതിനെക്കൊണ്ട് നമ്മളെ ഹെയറിലേക്ക് കുറച്ചൊരു പേസ്റ്റ് പോലെ ഇരിക്കുന്നുണ്ടാവും. അതിനെക്കൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ആഡ് ചെയ്തത്. എന്നിട്ട് നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് തന്നെ നിങ്ങൾ ഏത് ഹെയർ ഓയിൽ ആണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് എങ്കിലും, 5 മിനിറ്റ് ചിലപ്പോൾ പറ്റണമെന്നില്ല, എന്നാലും ഒരു 3 മിനിറ്റ് എങ്കിലും ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ജെന്റിൽ ആയിട്ടൊരു മസാജ് നമ്മുടെ ഹെയറിൽ കൊടുക്കുക. എന്നിട്ട് വേണം എന്ത് പാക്കാണെങ്കിലും ഉപയോഗിക്കേണ്ടത് ഹെയറിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഹെയറിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഓയിൽ വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു അത്ര ഡ്രൈ ആയിട്ടുള്ളൊരു പാക്കല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പാക്ക് തന്നെയാണ്. പക്ഷെ കുറച്ചൊന്നൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചെറുതായിട്ടൊന്ന് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പുറത്തുനിന്ന് വോയിസ് ഓവർ ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ വോയിസ് ചെറുതായിട്ടൊന്ന് അടഞ്ഞ പോലെ ഉണ്ട്. എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇനി പാക്ക് ചെയ്യാൻ പോവാണ്. പാക്ക് ഈ ഒരു രീതിയിലാണ്. ഞാൻ 2 മിനിറ്റ് ഹെയറിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ. അപ്പം അതുകൊണ്ടാണ് ഇത്ര തിക്കായിട്ട് വരുന്നത്. അപ്പം ഞാൻ അതിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ, ഒന്നും കരുതണ്ട. ഞാൻ അങ്ങനെ സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ചെയ്തത്. പക്ഷേ അത് നടന്നില്ല. അപ്പം ഞാനൊരു വോയിസ് കൊടുക്കാമെന്ന് കരുതി. ഭയങ്കരമായിട്ട് അടഞ്ഞു വരുന്നുണ്ട് സൗണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവുക. നിങ്ങൾ നല്ല രീതിയിൽ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിൻ്റെ അറ്റം വരെ. അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെയറിൻ്റെ അറ്റത്തേക്ക് ആക്കുക. അതായത് നല്ല രീതിയിൽ ഡ്രൈനസ് ഉള്ള ഏരിയയിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പക്ഷേ റൂട്ടിൽ അപ്ലൈ ചെയ്യരുത് എന്നല്ല പറയുന്നത്, അവിടെ കുറയ്ക്കണം എന്നല്ലേ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നെല്ലിക്കേൻ്റെ കറക്റ്റ് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെല്ലിക്ക നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാൽപ്പിലും വേണം, അതുപോലെ തന്നെ നല്ല ഡ്രൈനസ് ഉള്ള ഭാഗത്തേക്കും ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഞാൻ ഓരോന്നിലും എടുത്തിട്ട് ഇങ്ങനെ വാരി തേക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ വാരി തേക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് മെനക്കെട്ടാലും നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വേണം, അതുപോലെ തന്നെ നമ്മളെ തിക്നെസ് കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആലോചിച്ചിട്ട് ചെയ്യുക. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്ത് മിക്സ് ആക്കട്ടെ, അത് ഒരു കുറച്ചും കൂടി ഒരു കട്ടിയായിട്ട് മാറും കുറച്ച് വെക്കുന്നതിനനുസരിച്ച്. അപ്പം ഞാൻ ഈ രീതിയിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ രീതിയിലാണുള്ളത്. കംപ്ലീറ്റ് ഞാൻ ഹെയറിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറയാം, അങ്ങനത്തെ ലെവലിലാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് 1 അവർ വെക്കാൻ പറ്റുകയാണെങ്കിൽ 1 അവർ വെക്കുക. ഇനി അല്ല 15 മിനിറ്റ് സ്റ്റാർട്ടിങ് ഒക്കെ ആളുകളാണെങ്കിൽ 15 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഷാമ്പൂ ഉപയോഗിക്കണമെങ്കിൽ ഷാമ്പൂ കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് അല്ലാത്തവരാണെങ്കിൽ അതേപോലെ താഴെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുകി കളയട്ടോ. ഞാനിതിപ്പോൾ ഷാമ്പൂ കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാണ് ചെയ്യാൻ പോകുന്നത്. രീതിയിലാണ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പാക്ക് അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വഴുവഴുപ്പായിരിക്കും, നല്ല രീതിയിൽ വഴുവഴുപ്പുണ്ട്. ആ സമയത്ത് നിങ്ങളെ മുടിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇങ്ങനെ നീണ്ട് കിടക്കുന്ന മുടി നിങ്ങൾക്ക് മനസ്സിലാവാം. അതൊരു സ്ട്രെയിറ്റനിങ് എഫക്റ്റ് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഈ രീതി ചെയ്യാം. ഇത് കഴിഞ്ഞ ഒരു 15 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ദെൻ വാഷ് ഔട്ട് ചെയ്ത് കളയാം. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഈ രീതിയിലാണ് പാക്ക് ചെയ്യേണ്ടത്. ഇത് കറക്റ്റായിട്ട് ചെയ്യുക. പഴം കിട്ടാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ തൈര് ഉപയോഗിച്ച് ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ഇതേപോലെ ഇതിൻ്റെ ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പുറത്തു നിന്ന ആളുകളാണ് ഇത് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൗഡേഴ്സ് വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ മതി. നമുക്ക് നെല്ലിക്കേൻ്റെ പൗഡർ കിട്ടും. ഇനിയല്ല നെല്ലിക്കേൻ്റെ പൗഡർ ഇനിയിപ്പോൾ നെല്ലിക്ക വാങ്ങിയിട്ട് അത് മിക്സിയിലിട്ട് അരച്ചിട്ട് നീരെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതായത് പേസ്റ്റ് പോലെ ആക്കി, നീര് വേണ്ട, പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഉലുവേൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും. മീൻസ് ഉലുവയായിട്ട്
വാങ്ങിക്കാൻ കിട്ടില്ലെങ്കിൽ അതിൻ്റെ പൊടി വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നിങ്ങൾ പഴം ഇല്ലെങ്കിൽ തൈര് ഉപയോഗിക്കുക, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ 2 ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ഒന്ന് നമ്മുടെ ഹെയർ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അത് ഡ്രൈ ഹെയറിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈരോ അല്ലെങ്കിൽ പഴം ഉപയോഗിക്കുക. പഴം എന്ന് പറഞ്ഞാൽ മാക്സിമം നല്ല പഴുത്ത പഴം എടുക്കണം, ഏറ്റവും ബെസ്റ്റാണ്. ഇതിൻ്റെ ഇപ്പോൾ അത്യാവശ്യം പഴുത്തിട്ടുണ്ട്, എന്നാൽ കുറച്ചും കൂടി ഒരു ഉടഞ്ഞില്ല. നമ്മൾ ചില ആളുകൾ കഴിക്കുക അങ്ങനത്തെ പഴം ഭയങ്കര ഉടഞ്ഞ ആ ഒരു സ്റ്റേജ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ ഇട്ടാണെങ്കിൽ വളരെ ചെയ്തോ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കരുതുന്നു. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇത് നിങ്ങൾ നാളെ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ നാളെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യുക, നമുക്ക് റിപ്ലൈ തരുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.